അപ്പോൾ 18 പടി എന്താണെന്ന് നമുക്കറിയേണ്ടതില്ലേ? പറയാം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ആത്മതലത്തിൽ നിന്ന് ജീവതലത്തിലേക്കാണ് പരമാണു ഇറങ്ങുന്നത്. ആത്മതലം മനുഷ്യരുടെ ശിരോമണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ശിരോമണ്ഡല സ്ഥാനത്ത് ആരോഹണം ചെയ്താൽ അവൻ പരമാണു ജീവബോധമൊക്കെ വിസ്മരിച്ച് അഖണ്ഡബോധത്തിൽ ആത്മതലത്തിൽ ആഹാരനിഹാരാദികളൊന്നും ഇല്ലാതെ അവൻ സ്ഥിതി ചെയ്യും. അവിടുന്ന് താഴേക്ക് 6 നിലകളുള്ള മറ്റൊരു ഗോപുരം ഈശ്വരൻ ബിൽഡപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിൽ താഴെ മൂലാധാര ചക്രത്തിലെത്തുമ്പോഴാണ് ജീവന് അഥവാ പരമാണുവിന് മനുഷ്യ ശരീരം ലഭിക്കുന്നത്. ജീവൻ അവിടുന്ന് ഓരോ ആധാരചക്രങ്ങൾ അഥവാ ഫ്ലാറ്റുകളിലേക്ക് കയറുമ്പോൾ പരമാണുവിനെ അഥവാ ജീവനെ ഈ ത്രിപുടം അഥവാ 3 എന്നുള്ള അവസ്ഥ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ അവന് 3 തലങ്ങൾ അഥവാ ത്രിപുടങ്ങളുണ്ട്. ത്രിപുടം എന്തെന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന വസ്തു. ഇപ്പോൾ ഞാനും നിങ്ങളും ഒരു ഘടകത്തെ കാണുന്നുണ്ട്. അപ്പോൾ കാണുന്നവനായ നാം അഥവാ നിങ്ങളുണ്ട്, കാണപ്പെടുന്ന ഘടകമുണ്ട്. ഇപ്പം 2ആയി. ഇനി കാണുമ്പോൾ കാണുക എന്നുള്ള ക്രിയ നടക്കുന്നുണ്ട്. ഇപ്പം 3ആയി. അപ്പോൾ അതിനെ ആലങ്കാരികമായിട്ട് ഋഷി 6 ആധാരചക്രങ്ങൾ ഇൻറ്റു 3 = 18. അപ്പോൾ ഇതിനെയാണ് 18 പടികൾ കയറി അവിടെ ചെന്നാൽ ഹരിഹരസ്വത ദർശനം കിട്ടും. അത് ശബരിമലയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന 18 പടി കയറിയാണെന്നല്ല അർത്ഥം. നമ്മളെ മൂലാധാര ചക്രം മുതൽ നമ്മുടെ നട്ടെല്ലിലുള്ള സുഷുപ്ന നാഡിയിൽ സ്ഥിതി ചെയ്യുന്ന ഓരോ ആധാരചക്രങ്ങളെയും ആരോഹണം ചെയ്ത് ആജ്ഞാചക്രസ്ഥാനം എത്തുമ്പോൾ 18ാമത്തെ പടിയായി. അവിടെ 6ാമത്തെ ആധാരചക്രമാണല്ലോ. മൂലാധാരം 1, സ്വാധിഷ്ഠാനം 2, മണിപൂര ചക്രം 3, അനാഹത ചക്രം 4, വിശുദ്ധി ചക്രം 5, ആജ്ഞാചക്രം 6. ഈ 6 പടി ഇൻറ്റു ത്രിപുടം 18. ഇതാണ് 18 പടികളെ പ്രതിനിധാനം ചെയ്യുന്ന വേദസാരം. ഈ 18 പടികളും ആരോഹണം ചെയ്യണമെങ്കിൽ എവിടെ വേണം? എല്ലാ മനുഷ്യരിലും മധ്യമണ്ഡലത്തിലേക്ക് ആരോഹണം ചെയ്ത ജീവൻ എല്ലാ മനുഷ്യരിലും ജാതിമത ചിന്താഗതികൾക്ക് അതീതമായിട്ട് ഏവരിലും ഏതൊന്നിലും ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു. അയ്യപ്പൻ എൻ്റെ ഗത്തവും സ്വാമി നിൻ്റെ ഗത്തവും. ഈ കാണുന്ന കാഴ്ചപ്പാട് ലോകം മാനവരിൽ ആർക്കുണ്ടാവുന്നുവോ അവർ മാത്രമേ ഈ 18 പടികൾ ആരോഹണം ചെയ്യാനായിട്ട് ഉള്ള യോഗ്യത കൈവരിക്കുകയുള്ളൂ. അല്ലാതുള്ളവർ വെറുതെ പോയി പോരാ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ 18 പടി കയറി കഴിയുമ്പോൾ 18ാമത്തെ പടിയിലെത്തുമ്പോൾ എന്ത് പറ്റും? അവിടെയാണ് അയ്യപ്പൻ്റെ മറ്റൊരു പേര് പുലിവാഹനൻ എന്ന് കൊടുത്തിട്ടുണ്ട്. വേറൊന്ന് അവിടെ നമുക്ക് കാണാം, മാളികപ്പുറത്ത അമ്മ. മാളികയുടെ പുറത്തെ മാളിക എന്ന് പറഞ്ഞാൽ സഹസ്രാര പത്മം അഥവാ ശിരോമണ്ഡല സ്ഥാനവും മാളിക. ആ മാളികയുടെ പുറത്ത് എന്ന് വെച്ചാൽ താഴെയാണ് അമ്മ സ്ഥിതി ചെയ്യുന്നത്. അമ്മയെ അഥവാ പ്രകൃതിയെ സ്ത്രീ ആയിട്ടാണ് ഋഷി ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ആജ്ഞാചക്രസ്ഥാനത്ത് നിന്നും മുകളിലേക്ക് കയറിയാൽ ഈ ദൃശ്യപ്രപഞ്ചം ആത്മചക്രസ്ഥാനത്ത് എത്തുന്നതോടുകൂടി ദൃശ്യപ്രപഞ്ചം അവരിൽ നിന്ന് അപ്രത്യക്ഷമാവും. അവിടെ എത്തുന്നതോടുകൂടി അവൻ്റെ പ്രകൃതി എന്നുള്ള തന്നിൽ നിന്ന് ഭിന്നമായി കണ്ടിരുന്ന പ്രകൃതി ആ ആസ്വാദന ചിന്ത അവിടെ അസ്തമിക്കുന്നു. അതുകൊണ്ടാണ് ഹരിഹരസുതൻ്റെ ആജ്ഞാചക്രസ്ഥാനത്തിൻ്റെ താഴെ 18ാം പടിയുടെ സ്ഥാനത്ത് 18ാം പടി ആരോഹണം ചെയ്ത ആജ്ഞാചക്രസ്ഥാനത്ത് കണ്ടിട്ട് മാളികയുടെ പുറത്ത് എന്ന് വെച്ചാൽ ആത്മജ്ഞാനസ്ഥാനത്തിൻ്റെ പുറത്ത് ആത്മതലത്തിൻ്റെ പുറത്ത് ഭിന്നമായിട്ട് താഴെ മാളികപ്പുറത്ത് അമ്മയുടെ സന്നിധാനം ഒരുക്കിയിരിക്കുന്നത്. ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ആസ്വാദന ആഹാര നീഹാരാദികൾ തിന്നുക കുടിക്കുക എന്നുള്ള കാഴ്ചപ്പാടിനെ അവിടെ വെച്ച് അന്ത്യം കുറിക്കുന്നു. പ്രകൃതി സിദ്ധാന്തത്തിന് പ്രകൃതി ബോധത്തിന് ജീവബോധത്തിന് അവസാനം കുറിക്കും എന്നാണ് ആ മാളികപ്പുറത്തമ്മയുടെ പടിയിലൂടെ ഋഷി സംഗ്രഹിച്ചിരിക്കുന്ന സാരം.